ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലെക്സിബിലിറ്റി മെത്തേഡ് മൊഡ്യൂൾ 3 ഫ്ലെക്സിബിലിറ്റി മെത്തേഡിന്റെ ഡിസ്കഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. സോ അപ്പൊ അതിനു മുമ്പ് നമുക്കറിയാം ഫ്ലെക്സിബിലിറ്റി മെത്തേഡ് ആയാലും സ്റ്റിഫ്നെസ് മെത്തേഡ് ആയാലും എന്തിനു യൂസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സിന്റെ അനാലിസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലെക്സിബിലിറ്റി മെത്തേഡും സ്റ്റിഫ്നെസ് മെത്തേഡും നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇനി ഈ പറയുന്ന ഫ്ലെക്സിബിലിറ്റി മെത്തേഡിലോട്ട് ഇൻ ഡീറ്റെയിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒന്ന് രണ്ട് ടേംസ് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ഫ്ലെക്സിബിലിറ്റി മെത്തേഡ് എന്താണ് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ള കാര്യം, എന്തൊക്കെയാണ് സ്റ്റെപ്പ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ള കാര്യവും അതിന്റെ പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ആദ്യം നമുക്ക് അറിയേണ്ടത് ഫോഴ്സ് ട്രാൻസ്ഫർമേഷൻ മെട്രിക്സ് എന്താണ് എന്നുള്ള കാര്യമാണ് ആദ്യം അറിയേണ്ടത്. അപ്പൊ നമ്മളൊരു ഫ്ലെക്സിബിലിറ്റി മെട്രിക്സോ അല്ലെങ്കിൽ ഒരു സ്റ്റിഫ്നെസ് മെട്രിക്സോ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രക്ചർ മൊത്തത്തിൽ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക, അല്ലെ? ദ സ്റ്റിഫ്നെസ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഹാവ് ബീൻ ഡെവലപ്ഡ് ബൈ കൺസിഡറിംഗ് ദ സ്ട്രക്ചർ ആസ് എ ഹോൾ. സ്ട്രക്ചർ മൊത്തത്തിൽ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലെക്സിബിലിറ്റി മെട്രിക്സും അതുപോലെ തന്നെ സ്റ്റിഫ്നെസ് മെട്രിക്സ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഡെവലപ്പ് ചെയ്യുള്ളൂ. As an alternate approach, these matrices can be developed from the flexibilities and stiffness of the constituent elements. അപ്പോ നമ്മൾ ഇവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഓൾട്ടർനേറ്റീവ് അപ്രോച്ച് എന്നുള്ള രീതിയിൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂന്റ് എലമെന്റ്സിന്റെ ഫ്ലെക്സിബിലിറ്റീസും സ്റ്റിഫ്നെസ്സും നമുക്ക് എന്ത് ഡെവലപ്പ് ചെയ്യാം, ഒരു സ്ട്രക്ചറിന്റെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സും അതുപോലെ തന്നെ സ്റ്റിഫ്നെസ് മെട്രിക്സും നമുക്ക് ഡെവലപ്പ് ചെയ്യാം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആ സെറ്റ് ഓഫ് മെട്രിക്സിനെ അല്ലെങ്കിൽ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന മെട്രിക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എന്ന് പറയുക. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാ നമ്മളൊരു സ്ട്രക്ചറിന്റെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സും സ്റ്റിഫ്നെസ് മെട്രിക്സും എങ്ങനെ ഡെവലപ്പ് ചെയ്യും, ഡെവലപ്ഡ് ഫ്രം ദ ഫ്ലെക്സിബിലിറ്റീസ് ആൻഡ് സ്റ്റിഫ്നെസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് എലമെന്റ്സിന്റെ ഫ്ലെക്സിബിലിറ്റീസും സ്റ്റിഫ്നെസ്സും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്ട്രക്ചറിന്റെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സും സ്റ്റിഫ്നെസ് മെട്രിക്സും ഡെവലപ്പ് ചെയ്യുന്നു ത്രൂ ദ യൂസ് ഓഫ് സർട്ടൻ മെട്രിസസ് നോൺ ആസ് ട്രാൻസ്ഫർമേഷൻ മെട്രിക്സ്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് ഒരു മെട്രിക്സിനാണ് നമ്മൾ എന്ത് പറയുക, ട്രാൻസ്ഫർമേഷൻ മെട്രിക്സ് നമ്മൾ പറയുന്നത്. The matrix developed from the flexibility of constituent elements. നമ്മളിപ്പോ ഒരു സ്ട്രക്ചർ എടുത്താൽ അതിലെ കോൺസ്റ്റിറ്റ്യൂന്റ് എലമെന്റ്സിന്റെ ഫ്ലെക്സിബിലിറ്റീസിൽ നിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന മെട്രിക്സിന് നമ്മൾ എന്തെന്ന് പറയാം, ഫോഴ്സ് ട്രാൻസ്ഫർമേഷൻ മെട്രിക്സ് നമ്മൾ അതിനെ പറയും. അതുപോലെ തന്നെ the matrix developed from the stiffness of the constituent elements is known as displacement transformation matrix. അത് എന്തെന്ന് പറയും, displacement transformation matrix എന്ന് പറയും. The stiffness matrix for the structure can be developed by using displacement transformation matrix. ഒരു സ്ട്രക്ചറിന്റെ നമുക്ക് സ്റ്റിഫ്നെസ് മെട്രിക്സ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് യൂസ് ചെയ്ത് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു സ്ട്രക്ചറിന്റെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം, ത്രൂ ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്. ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതിന് ശരിക്കും നമ്മൾ പറയുന്നത് എലമെന്റൽ അപ്രോച്ച് എന്നാണ് ഇതിനെ പറയുക. അങ്ങനെ എലമെന്റൽ അപ്രോച്ച് എന്ന് പറയാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ സ്ട്രക്ചറിന്റെ മൊത്തത്തിലല്ല കൺസിഡർ ചെയ്യുന്നത്, പകരം അത് സ്ട്രക്ചറിലെ എലമെന്റ്സിനെയാണ് കൺസിഡർ ചെയ്യുക. ആ ഓരോ ഇൻഡിവിജ്വൽ എലമെന്റ്സിന്റെയും ഫ്ലെക്സിബിലിറ്റീസും സ്റ്റിഫ്നെസ്സിൽ നിന്നുമാണ് നമ്മൾ സ്ട്രക്ചറിന്റെ ഫ്ലെക്സിബിലിറ്റീസും സ്റ്റിഫ്നെസ് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിഫ്നെസ് മെട്രിക്സ് നമ്മൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ ആ യൂസ് ചെയ്യുന്ന മെട്രിക്സ് നമ്മൾ എന്ത് പറയും, ട്രാൻസ്ഫർമേഷൻ മെട്രിക്സ് എന്ന് പറയും. അവിടെ തന്നെ നമുക്ക് ഫോഴ്സ് ട്രാൻസ്ഫർമേഷൻ മെട്രിക്സും പറയാം, അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഫർമേഷൻ മെട്രിക്സ് നമുക്ക് പറയാം. ഫോഴ്സ് ട്രാൻസ്ഫർമേഷൻ മെട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെട്രിക്സ് ഡെവലപ്ഡ് ഫ്രം ദ ഫ്ലെക്സിബിലിറ്റീസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് എലമെന്റ്സ്. കോൺസ്റ്റിറ്റ്യൂന്റ് എലമെന്റ്സിന്റെ ഫ്ലെക്സിബിലിറ്റീസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ നമ്മൾ ഫോം ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ഫോഴ്സ് ട്രാൻസ്ഫർമേഷൻ മെട്രിക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദ മെട്രിക്സ് ഡെവലപ്ഡ് ഫ്രം ദ സ്റ്റിഫ്നെസ് ഓഫ് ദ കോൺസ്റ്റന്റ് എലമെന്റ്സ് ഈസ് നോൺ ആസ് ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഫർമേഷൻ മെട്രിക്സ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോ ഇനി നമുക്ക് അടുത്ത എന്താണ് എലമെന്റൽ കോർഡിനേറ്റ്സ് എന്നും എന്താണ് സിസ്റ്റം കോർഡിനേറ്റ്സ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഇനി എന്താണ് എലമെന്റ് കോർഡിനേറ്റ്സ് എന്നും എന്താണ് സിസ്റ്റം കോർഡിനേറ്റ്സ് എന്നും നോക്കാം. ഇപ്പൊ ഇവിടെ പറയുന്നത് വെച്ചാൽ ഇൻ ജനറൽ റിജിഡ് ജോയിന്റ് carries axial force, shear force and bending moment. ഒരു റിജിഡ് ജോയിന്റ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ റിജിഡ് ജോയിന്റ് എന്തുണ്ടാവും, ആക്സിയൽ ഫോഴ്സ് ഉണ്ടാവും, ഷിയർ ഫോഴ്സ് ഉണ്ടാവും, അതുപോലെ ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവും. ഈ കോർഡിനേറ്റ്സിനെയാണ് നമ്മൾ എലമെന്റ് കോർഡിനേറ്റ്സ് എന്ന് പറയാം. അപ്പൊ ഇവിടെ ആണെങ്കിൽ 1, 2, 3 എന്ന് പറയുന്നതായിരിക്കും ഇവിടുത്തെ എലമെന്റ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി സിസ്റ്റം കോർഡിനേറ്റ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം കോർഡിനേറ്റ്സ് അസൈൻഡ് ടു റിഡൻഡൻസിനാണ് നമ്മൾ മെയിൻ ആയിട്ട് എന്ത് അസൈൻ ചെയ്ത് കൊടുക്കുക, സിസ്റ്റം കോർഡിനേറ്റ് അസൈൻ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരു പ്രോപ്ഡ് കാന്റിലിവർ ബീം ഉണ്ട്, അല്ലെ? ഇപ്പൊ ഇവിടെ വേറെ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഒന്നും വരുന്നില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഹൊറിസോണ്ടൽ ഫോഴ്സസിന്റെ കൺസിഡറേഷൻ അവിടെ ചെയ്യുന്നില്ല. അതായത് ഞാൻ R ചെയ്യുമ്പോൾ R എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആയിരുന്നു. ആ ഇക്വിലിബ്രിയം ഇക്വേഷൻ വരുമ്പോൾ ഇവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, സിഗ്മ h is equal to 0 എന്ന് പറഞ്ഞാൽ ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. പകരം അവിടെ എന്തൊക്കെ മാത്രമേ ഞാൻ കൺസിഡർ ചെയ്യുന്നുള്ളൂ, സിഗ്മ v is equal to 0യും അതുപോലെ സിഗ്മ m is equal to 0 മാത്രമേ ഞാൻ അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പൊ അങ്ങനെ അവിടെ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് എന്തൊക്കെ കൺസിഡർ ചെയ്താൽ മതി, 1, 2 പ്ലസ് 1. അവിടെയുള്ള ടോട്ടൽ നമ്പർ ഓഫ് അൺനോൺ റിയാക്ഷൻസ് 6 എന്ന് പറയുന്നത് അവിടെ 3 ആയിരിക്കും.
ആർ മൈനസ് അവിടെയുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻ എത്രയാണ് 2 ആണ് അല്ലെ. ആർ മൈനസ് സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ എത്രയാവും 3 മൈനസ് 2 ആയിരിക്കും. അതായത് 1 എന്ന് പറയുന്നതാണ് അവിടെയുള്ള ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു റിഡൻഡന്റ് ഫോഴ്സ് ആണ് അപ്പൊ അവിടെ ഉള്ളത് അല്ലെ. ആ 1 റിഡൻഡന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് യൂഷ്വലി അവിടെ മൊമെന്റ് ഉണ്ട് എങ്കിൽ നമ്മൾ അതിന് എന്തിന് തന്നെ റിഡൻഡന്റ് എടുക്കും, മൊമെന്റിനെ തന്നെ റിഡൻഡന്റ് ഫോഴ്സ് ആയിട്ട് എടുക്കും. അത് എന്തുകൊണ്ട് അങ്ങനെ എടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇവിടെ മൊമെന്റിനെ റിഡൻഡന്റ് എടുത്തു കഴിഞ്ഞാൽ പോലും ഇതെന്താവും, ഒരു സിംപ്ലി സപ്പോർട്ടഡ് സ്ട്രക്ചർ ആവും. അപ്പൊ അതവിടെ സ്ട്രക്ചർ എന്താണ്, സ്റ്റേബിൾ ആണ്. അപ്പൊ നമ്മൾ റിഡൻഡന്റ് എടുക്കുമ്പോൾ ത്രൂ ഔട്ട് നമ്മൾ ഇവിടെ ഏതൊരു പ്രോബ്ലം ചെയ്യുമ്പോഴും ഒരു റിഡൻഡന്റ് ഫോഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സ്ട്രക്ചർ സ്റ്റേബിൾ ആക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, റിഡൻഡന്റ് ഫോഴ്സ് നമ്മൾ എടുക്കാൻ. ഇനി ഇപ്പൊ ഇവിടെ നമ്മൾ ഇതും ഒരു പ്രോബ്ഡ് കാന്റിലിവർ ബീം ആണ്. ഈ പ്രോബ്ഡ് കാന്റിലിവർ ബീം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെയുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻ സിഗ്മ h is equal to 0, സിഗ്മ v is equal to 0, അതുപോലെ സിഗ്മ m is equal to 0, അതായത് സ്മോൾ r is equal to എന്തായിരിക്കും 3 ആയിരിക്കും. ഇവിടെയുള്ള അൺനോൺ റിയാക്ഷൻ എന്ന് പറയുന്നത്, അതായത് ക്യാപിറ്റൽ R is equal to അൺനോൺ റിയാക്ഷൻ, ക്യാപിറ്റൽ R is equal എത്രയായിരിക്കും 1 2 3 4 ആയിരിക്കും ഇവിടെയുള്ള അൺനോൺ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഇവിടെയുള്ള ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനൻസി എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനൻസി വെച്ചാൽ r മൈനസ് ആർ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടി എനിക്ക് 4 മൈനസ് 3 ഇസ് ഈക്വൽ ടു 1 എന്ന് എനിക്ക് കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷൻ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ എനിക്ക് മൊമെന്റ് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ എന്തിനെ റിമൂവ് ചെയ്യാം, ഇവിടെയുള്ള സപ്പോർട്ടിന് എനിക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാം. ഇത് സപ്പോർട്ടിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ എന്തായിട്ട് ആക്ട് ചെയ്യും, ഇതൊരു കാന്റിലിവർ ബീമായിട്ട് ആക്കി. അപ്പൊ ഇവിടെ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുക എന്താ, ഈ സപ്പോർട്ടിന് ഞാൻ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്യുമ്പോൾ ഇത് എന്താവും, ഒരു കാന്റിലിവർ ബീം ആകും, കാന്റിലിവർ സ്ട്രക്ചർ ആയിരിക്കും. അപ്പൊ എന്തായിരിക്കും, കൂടുതലായിട്ട് സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കിനി എന്താണ് ഇക്വാലന്റ് ജോയിന്റ് ലോഡ്സ് നോക്കാം. ഫോർ ഫൈൻഡിങ് ഇക്വാലന്റ് ജോയിന്റ് ലോഡ്സ് കൺസിഡർ ഓൾ ദ ജോയിന്റ്സ് ടു ബി ഫിക്സ്ഡ്. ജോയിന്റ്സിനൊക്കെ എന്തായിട്ട് കൺസിഡർ ചെയ്യുക, ഫിക്സ്ഡ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇപ്പൊ ഇവിടെ ആണെങ്കിലും ഇതിന് എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്, നമ്മൾ ഫിക്സഡ് ജോയിന്റ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഫിക്സഡ് ജോയിന്റ് കൺസിഡർ ചെയ്തതിനു ശേഷം ഇവിടെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, നമുക്ക് ഫിക്സഡ് മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഫിക്സഡ് മൊമെന്റ് അറ്റ് എ ബി കാൽക്കുലേറ്റ് ചെയ്യാം, ഫിക്സഡ് മൊമെന്റ് അറ്റ് ബി എ കാൽക്കുലേറ്റ് ചെയ്യാം, റിയാക്ഷൻ ആർ എ ആർ ബി ഉണ്ടെന്നുള്ള കാര്യം അറിയാം. ഇനി ഇക്വാലന്റ് ജോയിന്റ് ലോഡ്സ് കിട്ടാനായിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ ലോഡ്സ് ആക്ടിങ് അറ്റ് ഈച്ച് ജോയിന്റ്, ഓരോ ജോയിന്റിലും ആക്ട് ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത്, അതായത് അവിടെ ഫിക്സഡ് മൊമെന്റ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ സപ്പോർട്ട് റിയാക്ഷൻസ് ഉണ്ടാവും. അതിനെ റിവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇക്വാലന്റ് ജോയിന്റ് ലോഡ്സ് കിട്ടും. അതായത് ഇവിടെ നമുക്ക് ഫിക്സഡ് മൊമെന്റ് എഫ് എം എ, ഫിക്സഡ് മൊമെന്റ് എ ബി കിട്ടി, ഫിക്സഡ് മൊമെന്റ് ബി എ കിട്ടി, അതുപോലെ റിയാക്ഷൻസ് അറിയാം. ഇവിടെ വരുമ്പോൾ ഇക്വാലന്റ് ജോയിന്റ് ലോഡ്സ് പറയുമ്പോൾ ഈ കിട്ടിയതിനെ നേരെ എന്ത് ചെയ്യുക, റിവേഴ്സ് ചെയ്യുക. അതായത് ഇങ്ങോട്ടേക്കായിരുന്നു ഫിക്സഡ് മൊമെന്റ് ഡയറക്ഷൻ എങ്കിൽ ഇക്വാലന്റ് ജോയിന്റ് ലോഡ് വരുമ്പോൾ എന്ത് ചെയ്യും, ഇക്വാലന്റ് ജോയിന്റ് ലോഡ് എ ബി എന്ന് പറയുമ്പോൾ എന്ത് വരും, ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആകും. ഇക്വാലന്റ് ജോയിന്റ് ലോഡ് ബി എ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഡയറക്ഷൻ എന്ത് വരും, ഇതും നേരെ ഇങ്ങോട്ടായിരുന്നത് അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും, നേരെ റിവേഴ്സ് ഡയറക്ഷനിലോട്ട് മാറും. അപ്പൊ ആ ഡയറക്ഷൻ, ഫിക്സഡ് മൊമെന്റ്സിന്റെ റിയാക്ഷന്റെയും ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, ഇക്വാലന്റ് ജോയിന്റ് ലോഡ്സ് എന്ന് പറയുന്നത്.